ഹായ്, എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പ്രകാശത്തിന്റെ അത്രയും വേഗത്തിൽ പായുന്ന ചെറിയ കണികകളെ എങ്ങനെയാണ് ഒരു നേർരേഖയിൽ നിർത്തുന്നതെന്ന്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. ശാസ്ത്രലോകം ആ വലിയ വെല്ലുവിളിക്ക് കണ്ടെത്തിയ ഒരു കിടിലൻ പരിഹാരമുണ്ട്: ഓൾട്ടർനേറ്റിംഗ് ഗ്രേഡിയന്റ് സിൻക്രോട്രോൺ. ഏതൊരു വലിയ കണ്ടുപിടുത്തത്തിനു പിന്നിലും ഒരു വലിയ പ്രശ്നമുണ്ടാകും, അല്ലേ? ഇവിടെ ആദ്യകാല ഭൗതിക ശാസ്ത്രജ്ഞർ നേരിട്ട അപ്രധാന വെല്ലുവിളി എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാലോചിച്ച് നോക്കൂ. ഈ റേസ് ട്രാക്കിൽ കണികകളെ പ്രകാശവേഗതയോടടുപ്പിച്ച് കൂട്ടിയിടിപ്പിക്കണം. എന്തിന്? പ്രപഞ്ചത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ രഹസ്യങ്ങൾ കണ്ടെത്താൻ. പക്ഷെ പ്രശ്നം അതല്ല. ഇത്രയും വേഗത്തിൽ പോകുന്നൊന്നിനെ എങ്ങനെ നിയന്ത്രിക്കും? അപ്പോ അതായിരുന്നു ശരിക്കുമുള്ള ചോദ്യം. ഈ റേസ് ട്രാക്കിലൂടെ പായുന്ന കണികകൾ പുറത്തേക്ക് തെറിച്ചു പോവാതിരിക്കാൻ എന്ത് ഗാർഡ് റെയിലുകൾ വയ്ക്കും? അതും കണ്ണിന് കാണാൻ പോലും പറ്റാത്ത അത്ര ചെറിയ കണികകൾക്ക്. ഈ പ്രശ്നം പരിഹരിക്കാൻ അവർ ആദ്യം ഉപയോഗിച്ച ടെക്നോളജിക്ക് അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു മെഷീനാണ്. കണികകളെ വട്ടത്തിൽ കറക്കി ഓരോ കറക്കത്തിലും കുറച്ചുകൂടി എനർജി കൊടുത്ത് സ്പീഡ് കൂട്ടിക്കൊണ്ടേയിരിക്കും. ഇവിടെയാണ് ശരിക്കും പ്രശ്നം തുടങ്ങുന്നത്. ശാസ്ത്രജ്ഞർക്ക് വേണ്ടത് ഒരു ലേസർ ബീം പോലെ കൃത്യമായി ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുന്ന കണികകളായിരുന്നു. പക്ഷെ ആദ്യത്തെ സിൻക്രോട്രോണുകൾക്ക് കൊടുക്കാൻ പറ്റിയത് ഒരു ടോർച്ച് ലൈറ്റ് പോലെ ദൂരേക്ക് പോകുന്നോറും വികസിച്ചു പോകുന്ന ഒരു ബീമായിരുന്നു. ഇങ്ങനെ ചെതറിപ്പോയാൽ പിന്നെന്ത് പരീക്ഷണം, അല്ലേ? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഭൗതികശാസ്ത്രത്തിൽ ഒരു പുതിയ യുഗം തന്നെ തുറന്നത്. ആ പ്രതിസന്ധി ശരിക്കും ഒരു പുതിയ അവസരമായി മാറുകയായിരുന്നു. അതിനൊരു പരിഹാരം വന്നു. ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിൾ, പക്ഷേ ഭയങ്കര പവർഫുൾ ആയൊരു ഐഡിയ. അത് കണികകളെ നിയന്ത്രിക്കുന്ന രീതിയെ മൊത്തത്തിൽ മാറ്റിമറിച്ചു. ഈ പേര് കേട്ട് പേടിക്കണ്ടട്ടോ. സംഭവം സിമ്പിളാണ്. ഒരേ സമയം ഒരു വശത്തുനിന്ന് തള്ളുകയും മറുവശത്തുനിന്ന് വലിക്കുകയും ചെയ്യുന്ന ഒരു മാജിക് പോലെയാണത്. കണ്ടോ? സംഭവം ഇത്രയുള്ളൂ. ഒരു ലെൻസ് ബീമിനെ ഒരു വശത്തേക്ക് അമർത്തുമ്പോൾ മറ്റേ വശം സ്വാഭാവികമായും വികസിക്കും. പക്ഷെ തൊട്ടടുത്ത ലെൻസ് ആ വികസിച്ച ഭാഗത്തെ പിടിച്ചമർത്തും. ഇത് ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ മാറി മാറി ആവർത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആ ബീം ഒരു നൂലുപോലെ നേരെ പോവും. ഇതാണ് സംഭവം. ഈയൊരു ഉദ്ധരണി കേട്ടാൽ സംഭവം ക്ലിയറാവും. സാധാരണ ഗാർഡ് റെയിൽ പോലെ തട്ടി നിൽക്കുന്ന ഒന്നല്ല ഇത്. പകരം കണികകൾ വഴിതെറ്റി പോകാൻ തുടങ്ങുമ്പോഴേക്കും അവയെ തള്ളിയും വലിച്ചും നേർവഴിക്ക് കൊണ്ടുവരുന്ന ഒരു അദൃശ്യശക്തി. അപ്പോൾ ഈ പുതിയ ടെക്നോളജി എന്ത് മാറ്റമാണ് കൊണ്ടുവന്നത്? ശരിക്കും പറഞ്ഞാൽ ഭൗതികശാസ്ത്രത്തിലെ പരീക്ഷണങ്ങളുടെ കളിയാകെ മാറ്റിമറിച്ചു. ഈ ഓൾട്ടർനേറ്റിംഗ് ഗ്രേഡിയന്റ് ഫോക്കസിംഗ് വന്നതോടെയാണ് ശാസ്ത്രജ്ഞർക്ക് ആദ്യമായി മൾട്ടി ജിഗാ ഇലക്ട്രോൺ വോൾട്ട് അല്ലെങ്കിൽ GeV എന്ന എനർജി ലെവലിലേക്ക് എത്താൻ പറ്റിയത്. അതായത് കണികകളെ മുമ്പത്തേക്കാൾ ഒരുപാട് ശക്തിയിൽ കൂട്ടിയിടിക്കാൻ പറ്റി. അതുവരെ ആർക്കും കാണാൻ പറ്റാതിരുന്ന പുതിയ ഭാരമുള്ള കണികകളെ കണ്ടെത്താൻ ഈ ഒരു ഊർജം അവരെ സഹായിച്ചു. ഈ ടേബിൾ നോക്കിയാൽ ആ വ്യത്യാസം കറക്റ്റായിട്ട് മനസ്സിലാവും. പഴയ സിൻക്രോട്രോണുകൾക്ക് ഫോക്കസിംഗ് കുറവായതുകൊണ്ട് എനർജി കുറവായിരുന്നു. എന്നാൽ AG സിൻക്രോട്രോൺ ശക്തമായ ഫോക്കസിംഗ് കൊണ്ട് മൾട്ടി GeV എനർജി ലെവലിലെത്തി. ബ്രൂക്ക്ഹേവൻ AGS പോലുള്ള മെഷീനുകൾ ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്. അവ ശരിക്കും കണികാ ഭൗതികശാസ്ത്രത്തിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കമിട്ടു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താ സംഭവിച്ചത്? ബീമുകൾക്ക് നല്ല കൺട്രോൾ കിട്ടി. ആക്സലറേറ്ററുകൾ ഒരുപാട് വലുതാക്കാൻ പറ്റി. കൂടുതൽ എനർജി കിട്ടി. അങ്ങനെ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ ഒരു വലിയ വാതിലങ്ങ് തുറന്നു കിട്ടി. പക്ഷേ ഈ കണ്ടുപിടുത്തം അവിടെ നിന്നില്ല. അതിന്റെ സ്വാധീനം ഇന്നും നമുക്ക് കാണാം. ഇതെന്ന് വെച്ചാൽ പഴയൊരു ടെക്നോളജി മാത്രമല്ല. ഇന്നത്തെ ഏറ്റവും പുതിയ, ഏറ്റവും വലിയ ആക്സിലറേറ്ററുകളുടെ എല്ലാം അടിത്തറ ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്നും ഫിസിക്സ് പഠിക്കുന്ന ഏതൊരു കുട്ടിയും ഈ തത്വം പഠിക്കുന്നത്. അത്രയ്ക്ക് ഫണ്ടമെന്റലാണ് ഈ ആശയം. ഓരോ വലിയ ഉത്തരവും പുതിയ ചോദ്യങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്, അല്ലേ? കണികകളെ ഫോക്കസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ലെവലിലേക്ക് പോകാൻ, ശാസ്ത്രത്തിന്റെ അടുത്ത അതിരുകൾ ഭേദിക്കാൻ എങ്ങനെയുള്ള പുതിയ ആശയങ്ങളായിരിക്കും നമുക്ക് വേണ്ടിവരുക? അതൊരു വലിയ ചോദ്യമാണ്. ആ ഒരു ചോദ്യത്തിൽ നമുക്കിന്നിവിടെ നിർത്താം.